കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിൽ കുറച്ച് ആളുകളൊക്കെ തന്നെ ഈ കയ്യിൽ സാമ്പത്തികം ഒന്നും ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ ബിസിനസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഒരുപാട് മനസ്സിൽ കൊണ്ടു നടക്കുകയും അതിങ്ങനെ ഇങ്ങനെ കുഴിച്ചു മൂടി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പക്ഷെ അതൊക്കെ മാറ്റിയെടുത്ത് പുതിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നേരെ 3 സ്റ്റാർ അഗ്രോ മിഷണറീസിലേക്ക് പോരൂ. കാര്യം എന്ന് പറഞ്ഞാൽ 90% ലോണോട് കൂടിയും 35% സബ്സിഡിയോട് കൂടിയും കിട്ടുന്ന സ്കീമുകൾ അവൈലബിൾ ആണ്. ഫുഡ് പ്രോസസിംഗ് മേഖലയിലെ പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് 3 സ്റ്റാർ അഗ്രോ മിഷണറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കാര്യം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സംരംഭകന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒറ്റ കുടക്കീഴിൽ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അഗ്രോ 3 സ്റ്റാർ മിഷണറീസ്. അപ്പോൾ അഗ്രോ 3 സ്റ്റാർ മിഷണറിയുടെ പുതിയ ഷോറൂമിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഷോറൂം കം റിസർച്ച് സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇവിടെയാണ് പുതിയ പുതിയ മെഷീൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു ഫാക്ടറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ഇത് ഡീഹൈഡ്രേറ്റർ ഇപ്പം 3 സ്റ്റാർ അഗ്രോ മിഷണറിയുടെ ഇത് ഇങ്ങോട്ട് 3 സ്റ്റാർ അഗ്രോ മിഷണറിയുടെ ആദ്യത്തെ ഒരു തുടക്കത്തിലുള്ള ഒരു മെഷീനാണ് ഈ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഇൻക്യുബേറ്ററും അതായത് മുട്ട വിരിയിച്ച് കൊടുക്കുന്ന സംഭവങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോരാം. ഈ ഫുഡ് പ്രോസസിംഗ് മേഖല മാത്രമല്ല, പൗൾട്രി മേഖലയിലും നമ്മുടെ വ്യക്തിമുദ്ര പതിച്ചിട്ടുണ്ട്. അതാണ് 3 സ്റ്റാർ അഗ്രോ മിഷണറീസ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് നിങ്ങൾക്ക് എല്ലാവരും നേരത്തെ ഉള്ള എന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഈ എയർ പമ്പ് ഡീഹൈഡ്രേറ്റർ എന്ന് പറയുന്ന മോഡൽ വളരെ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഹീറ്റ് പമ്പുകളുണ്ട്, പൾവറൈസറുകളുണ്ട്. അങ്ങനെ ഒരുപാട് മെഷീൻസ് ഒക്കെ ഒരു ലോകം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഓരോ മെഷീൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ മെഷീൻസിന്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് റിബൺ ബ്ലെൻഡർ ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന റിബൺ ബ്ലെൻഡർ ആണ്. ഇത് കണ്ടില്ലേ, ഇത്തരത്തിലുള്ള ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചിട്ടുള്ള ബ്ലെൻഡറുകൾ. ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മസാലകളൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാനും പിന്നെ എല്ലാം കൂട്ടിക്കലർത്തിയെടുക്കാൻ, വളരെ സിമ്പിൾ ആയിട്ട് പറയാം, കൂട്ടിക്കലർത്തിയെടുക്കാൻ വളരെ കൃത്യമായിട്ട് കലർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റിബൺ ബ്ലെൻഡർ. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നതിനുള്ള നമ്മുടെ തേങ്ങാപ്പാല് പിഴിയുന്ന മെഷീൻ. ഇതിപ്പം 1/2 HP ആണ്. ഇത് തൊട്ട് 5 HP 10 HP വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് 1 മണിക്കൂറിൽ 20-25 കിലോ വരെ നമുക്ക് പാല് പിഴിയാൻ പറ്റുന്ന മെഷീനാണ്. പിന്നെ നമുക്ക് നോർമലായിട്ട് കാണാറുള്ള ചെറിയൊരു വ്യവസായം തുടങ്ങണമെങ്കിൽ താല്പര്യമുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഗ്രൈൻഡറുകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ 20 ലിറ്ററിന്റെ ടിൽറ്റിംഗ് ഗ്രൈൻഡർ. അതായത് ഇത് കഴുകാനും ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ ടിൽറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രൈൻഡറുകളാണ് ഇത് വരുന്നത്. ഇത് 7 ലിറ്റർ, 5 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ അങ്ങനെ പോകുന്നു. പിന്നെ ഇൻസ്റ്റന്റ് ഗ്രൈൻഡറുകൾ, അതായത് ഗ്രൈൻഡറുകളിൽ തന്നെ സ്പീഡായിട്ട് നമുക്കിപ്പോൾ ഒരു ദോശമാവിന്റെ ഒരു യൂണിറ്റ് ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ, അരി പെട്ടെന്ന് തന്നെ അരച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ഗ്രൈൻഡറുകൾ അത്യാവശ്യമാണ്. നമുക്ക് ഉഴുന്നിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീനും, അരിക്ക് വേണ്ടിയിട്ട് അരി ഫാസ്റ്റ് ആയിട്ട് അരച്ചു മാറ്റാം. കാര്യം ഇവിടെ ഒരു കാണിച്ചു കൊടുക്കാം. നമുക്ക് അരി നോർമലായിട്ട് ഇതിനകത്ത് ഈ മെഷീൻ ആണെങ്കിൽ 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ എടുക്കും അരച്ചെടുക്കാനായിട്ട്. ഇതിലാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഇതുവഴി ഇൻസെർട്ട് ചെയ്ത ഉടനെ തന്നെ അരച്ച് താഴെ വരുന്ന സിസ്റ്റമാണ്. ഇതാണ് ബൾക്കായിട്ട് അരി അരയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഇൻസ്റ്റന്റ് ഗ്രൈൻഡറുകൾ. പിന്നെ അടുത്തത് നമ്മുടെ സമൂസ ഷീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ ചപ്പാത്തിയൊക്കെ കൺവെയറിലൂടെ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഷീറ്റ് ആക്കി എടുക്കുന്ന ടൈപ്പ് മെഷീനാണിത്. പിന്നെ ഇത് ഡഫ് നീഡേഴ്സ് ആണ്, നമ്മുടെ ആട്ട നീഡറുകളാണ്. നമുക്ക് 10 കിലോ 20 കിലോ റേഞ്ചിലുള്ള നീഡറുകൾ, അതായത് നമുക്ക് ചപ്പാത്തിക്കും എല്ലാത്തിനും കുഴച്ചെടുക്കാനുള്ള, ഇതൊക്കെ ഓരോ ഫുഡ് പ്രോസസിങ് യൂണിറ്റിലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇത് മസാല കോട്ടഡ് മെഷീൻ. നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ കപ്പലണ്ടിയുടെ മസാല കോട്ടഡ് പീനട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മസാല കോട്ട് ചെയ്യാനുള്ള മെഷീനാണ്. പിന്നെ ഇത് പൾവറൈസർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. പിന്നെ നമ്മൾ ഇവിടെ ഒരു പറയാൻ പറ്റിയ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയർ പമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. 30 ട്രേയുടെ എയർ പമ്പ്. ഇവിടെ എല്ലാ മെഷീനോടും ഇവിടെ ഇരിക്കില്ല, ബാക്കി മൊത്തം നമ്മുടെ യാർഡിലാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പാക്കിംഗ് മെറ്റീരിയൽസ്, പാക്കിംഗ് മെഷീൻസ്, അതിന് തന്നെ ചെറിയ ചെറിയ കട്ടറുകൾ, അത്തരത്തിലുള്ള ബനാന സ്ലൈസറുകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻസ് ഒക്കെയാണ്. നമുക്ക് വെളിച്ചെണ്ണയോ ഷാമ്പു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുള്ള ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻസ് ആണ്. വളരെ തുച്ഛമായ വിലയിൽ കിട്ടുന്ന ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ. ഇത് നമുക്ക് ഗ്രേവി മെഷീൻ, നമുക്ക് ഹോട്ടലുകളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കേറ്ററിംഗ് യൂണിറ്റ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടിയിട്ടുള്ള ഗ്രേവി മെഷീൻസ് ആണ് ഈ ഒരു കാണുന്നത്. ഇത് ഇൻഡക്ഷൻ ഫോയിൽ സീലർ ഒക്കെയാണ് നമുക്ക് വരുന്നത്. കണ്ടില്ലേ, ഇൻഡക്ഷൻ ഫോയിൽ സീലറും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇൻഡക്ഷൻ ഫോയിൽ സീലർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഈ നെയ്യുടെ കുപ്പിയും അച്ചാറിന്റെ കുപ്പിയുടെ ഒക്കെ മേളിൽ അലൂമിനിയത്തിന്റെ ഫോയിൽ വരത്തില്ല, അതൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു മെഷീൻ. അങ്ങനെ ഒരുപാട് മെഷീൻസ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു കലവറയാണ്. നിങ്ങൾക്ക് അതും ഒരു 90% ലോൺ കിട്ടുന്ന ഫെസിലിറ്റി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ 35% PMFME PMEGP സബ്സിഡി നമുക്ക് ലഭിക്കും.
അപ്പോൾ വ്യവസായം ചെയ്യാനായിട്ട് മടിച്ചിരിക്കുക, അതായത് തുടങ്ങാനായിട്ടുള്ള മനസ്സുണ്ട്, അത് തുടങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. ഫുള്ള് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും അഗ്രോ 3 സ്റ്റാർ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് ബൈ.